ഓക്കെ ശരി. അമ്മ ഞാൻ പോവാണേ. നോക്കി പോയിട്ട് വാ. All of you take attendance. 1, 2, 3, 4, 5. And can you cite another examples like this? Yes. കഴിഞ്ഞ ആഴ്ച നടത്തിയ എക്സാമിന്റെ റിസൾട്ട് പറയാൻ പോകും. അന്നയ്ക്കാണ് ഫസ്റ്റ്. അൽമയ്ക്കും ഐഷയ്ക്കും. പോയി ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം. ശരി. എന്താ പോയത്? അതൊന്നുമില്ല, അത് നീ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു ഗിഫ്റ്റാണ്. താങ്ക് യു മാം. എടി, അമ്മ എനിക്കൊരു പുതിയ ഫോൺ വാങ്ങി തന്നു. സാധനം അടിപൊളിയാണ്. ഇനി സെറ്റിങ്സ് ഒക്കെ ശരിയാക്കിയിട്ട് വേണം ബാക്കി. അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതെന്നോടാണ് എനിക്ക് ഫസ്റ്റ് പറയാൻ തോന്നിയത്. അപ്പൊ എന്തായാലും സമാധാനമായല്ലോ, അനക്കൊരു ഫോണായല്ലോ. ഗെയിംസ് ഒക്കെ കയറ്റിയോ? ഗെയിംസ് ഒന്നും കയറ്റുന്നില്ല വിചാരിച്ചിട്ടാ. നീ അത് സ്റ്റഡീസിനെ ബാധിച്ചാൽ ഭയങ്കര കുഴപ്പമാവും. 9th അല്ലേ, ഗെയിംസ് ഒന്നും വേണ്ട വിചാരിച്ചിട്ടാ. ഞങ്ങള് ഫുള്ള് സപ്പോർട്ടാ, ഈ കയറ്റിക്കോ. പോകരുത്. നിനക്ക് ഇനി ഫോണും ഇല്ല, ഒന്നുമില്ല. അമ്മ കഴിച്ചില്ല, മര്യാദ ഫോൺ നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ലേ?
റെഡി. എല്ലാം ഒക്കെ ആയില്ലടി. വരൂ. ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? എല്ലാവർക്കും ഇപ്പൊ നിനക്കുണ്ടായ ഒരു അനുഭവമില്ലേ, ആ അനുഭവം വെച്ച് നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജാണ്. ഓക്കെ സർ, എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായ പോലെ ഇനി ഒരു കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അണ്ണ ജോസ് എന്നാണ്. ഞാൻ ഈ സ്കൂൾ 9th പഠിക്കുന്നത്. ഈയിടെ എനിക്കുണ്ടായ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടുമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതവും ലോകവും അതിമനോഹരമാണ്. നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും നമ്മൾ ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അവിടെ ഇറക്കവും കയറ്റവും ഉണ്ടാവും, ജയവും പരാജയവും ഉണ്ടാവും. ഇറക്കത്തിലും പരാജയത്തിലും മാത്രം നോക്കി സങ്കടപ്പെടാതെ മറുഭാഗത്ത് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അതിൽ നിന്നും ഒളിച്ചോടുന്നതാണ് ആത്മഹത്യ. അതൊന്നിനും ഒരു പരിഹാരമല്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഒരു ചെറുപുഞ്ചിരിയോടെ നേരിടാൻ നാം എല്ലാവരും പഠിക്കണം. ഓരോ നിമിഷവും അത് അനുഭവിച്ചേ പറ്റൂ. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അതിലും മനോഹരമായ ഒന്ന് നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. എടോ, just wait. Once I'll be here.